എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഹോശയ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായം 5 വാക്യം, ഞാൻ ഇസ്രായേലിന് മഞ്ഞുപോലെ ഇരിക്കും. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ദൈവം തൻ്റെ ജനത്തോട് എപ്രകാരം ഇടപെടുന്നു എന്നുള്ളതാണ് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഇസ്രായേൽ എന്ന വാക്ക് പലതരത്തിലുള്ള അർത്ഥങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഇസ്രായേൽ യാക്കോബിന് നൽകിയ മറ്റൊരു പേരാണ്. ഇസ്രായേൽ ഒരു ജാതിയുടെ പേരാണ്. ഇസ്രായേൽ ഒരു രാഷ്ട്രത്തിൻ്റെ പേരാണ്. ഒരു വ്യക്തിയായി, ഒരു സമൂഹമായി, ഒരു ജാതിയായി, ഒരു രാഷ്ട്രമായി തൻ്റെ ജനത്തിന് ദൈവം എപ്രകാരം ഈ ലോക ജീവിത അനുഭവങ്ങളിലായിരിക്കും എന്നുള്ളതാണ് ഹോശയ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ 14 അധ്യായം 1 വാക്യം നാം പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, ഇസ്രായേലെ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളോട് കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും എന്ന് ഹോശയ 14:1-2 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. തൻ്റെ ജനം ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. എന്നാൽ പാപനിമിത്തം, അകൃത്യ നിമിത്തം, കൃത്യമല്ലാത്ത ജീവിതാനുഭവങ്ങൾ നിമിത്തം, ജീവിതത്തിലെ അബദ്ധസഞ്ചാരങ്ങൾ നിമിത്തം അവർ വീണിരിക്കുന്ന ഒരു അനുഭവമാണ്. അവിടെയാണ് പ്രവാചകൻ പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് നീ മടങ്ങി വരണം. അതേ പ്രിയമുള്ളവരെ, ഇഹലോക ജീവിത അനുഭവങ്ങളിൽ നമുക്കും ഒരു മടങ്ങി വരവ് സാധ്യമാകണം. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ ഓർത്ത്, പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് കണ്ണുനീരോടെ ധൂർത്തപുത്രനെ പോലെ ഒരു മടങ്ങി വരവ് സാധ്യമാകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നൊമ്പരപ്പെടുത്തുന്ന, നമ്മെ പൊള്ളിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ദൈവം മഞ്ഞുപോലെ ഇടപെടുന്ന ഒരു അനുഭവമാണ്. നമുക്കറിയാം, വേനൽക്കാലങ്ങളിൽ അതിരാവിലെ നാം ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ തലേ ദിവസം വാടി തളർന്നു കിടക്കുന്ന ചെടിയൊക്കെ മഞ്ഞിൻ കണങ്ങളുടെ തണുപ്പേറ്റ് ശൈത്യത്തിൽ അവ ജീവൻ തുളുമ്പുന്ന അനുഭവത്തിൽ നിൽക്കുന്നത് കാണാം. ഇതുപോലെയാണ് ദൈവം ഇടപെടുന്ന തൻ്റെ ജനവും. ഈ ലോകത്തിൻ്റെ പാപ സാഹചര്യങ്ങളിൽ നിന്ന് മാറി അനുതാപത്തോടു കൂടി മടങ്ങി വരുന്ന ദൈവജനത്തിന് ജീവൻ നൽകുന്ന, സമാധാനം നൽകുന്ന, സൗഖ്യം നൽകുന്ന, വിശുദ്ധി നൽകുന്ന ശ്രേഷ്ഠമായ ഒരനുഭവത്തെ പറ്റിയാണ് ഇവിടെ ഹോശയ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നത്. വീണ്ടും പറയുന്നുണ്ട്, അവൻ താമര പോലെ പൂത്ത് ലെബാനോൻ വനം പോലെ വേരൂന്നും, അവൻ്റെ കൊമ്പുകൾ പടരും, അവൻ്റെ ഭംഗി ഒലിവൃക്ഷത്തിൻ ഭംഗി പോലെയും അവൻ്റെ വാസന ലെബാനോൻ്റേതുപോലെയും ഇരിക്കും. അതേ പ്രിയമുള്ളവരെ, അവൻ്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ 91 സങ്കീർത്തനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നില്ല, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തനെ നീഴും കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ദൈവജനത്തെ പോലെ നമുക്കുമായിരിക്കാം. ദൈവം നമ്മളോട് മഞ്ഞുപോലെ ഇടപെടട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അകൃത്യങ്ങളെ ദൈവം പോക്കട്ടെ. ദൈവം നമ്മെ സൗഖ്യമാക്കട്ടെ. സമാധാനത്തിൽ ദൈവം നമ്മെ നയിക്കട്ടെ. ആമേൻ.